ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക്ക് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗുള്ളൂ കേട്ടോ. ഞാൻ അധികം കൂടുതലായിട്ടൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ തായ അമ്മോൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പതിവ് പോലെ വലിയ അമ്മോൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് കൂടുതൽ എന്ന് പറയാൻ നമ്മൾ എന്നും എല്ലാ പെരുന്നാൾക്കും നമുക്ക് അയലോക്കത്ത് കൂടെ പോകാൻ കൂടലില്ല. കാരണം പെരുന്നാൾ അമ്മമാരെ കൂടെയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തിന് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാനുണ്ടാവും. അപ്പം പിന്നെ അയലോക്കത്തേക്ക് പോകാൻ സമയം കിട്ടലില്ല. മഴ ഇതൊക്കെ ആകുമ്പോഴത്തിന് നമ്മൾ പെരേക്ക് പോവലാണ്. ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാൾക്ക് എന്തായാലും മഴയൊന്നുമില്ല. ഇങ്ങനെ ഇടക്കും തിരക്കൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുക എന്നല്ലാണ്ട് മഴ പെയ്തിട്ടില്ല. അപ്പം പിന്നെ നമ്മളൊന്ന് അയലോക്കത്ത് കൂടെയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വിചാരിച്ചു. പിന്നെ അതുമല്ല, നമ്മളെ ആമിനെ സ്കൂൾ ചേർത്തിയ കാരണത്താൽ പോരലൊന്നും നടക്കില്ല. അപ്പോൾ നമ്മളെ പെരുന്നാൾ നാളെയാണ്. നാളെ അമ്മയും ഓരൊക്കെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് നാളെയാണ് പെരുന്നാൾ. ഇന്ന് നമ്മൾ ഇതിൽ കൂടെയൊക്കെ പോയിട്ടൊന്ന് ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മൾ താഴെ ചെറിയ അമ്മോൻ്റെ വീട്ടിൽ നിന്ന് പെരുന്നാൾ ചോറൊക്കെ വേവിച്ചങ്ങാണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ വലിയ അമ്മോൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അയലോക്കത്ത് കൂടെയൊക്കെ പോകണം കേട്ടോ. കാരണം ഇന്ന് എല്ലാവരും ഉണ്ടാവും അവിടെ. നമ്മളെ അടുത്തുള്ള ഒരു തറവാട്ടിലേന്നോ പെരുന്നാൾ ഉണ്ടാക്കല്. അപ്പോൾ പിന്നെ പ്രാവശ്യം ഒരു ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും ഈ കൂടെയൊക്കെ ഒന്ന് പോകണം. അപ്പം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ അമ്മോൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ നമ്മൾ ആമിനെ നമ്മളെ കൂടെ അല്ലേന്നു കേട്ടോ. ഓള് ബേബിൻ്റെ കൂടെ വരുന്നത് എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഓളപ്പാണ് കേട്ടോ പോന്നിക്കണത്. മുന്നേ പിന്നെ വീട്ടിൽ നിന്നൊക്കെ ചോറും ഇതും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് മുന്നേ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഓരോ കൂടെ ഓരോ വീട്ടിലേക്കൊക്കെ ഇറങ്ങാണ്ട് അങ്ങനെ പോയിക്കണം കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ ഓരോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു നമ്മളെ ഒരു കുട്ടിക്കാലം. അപ്പം ആ ഒരു സമയമാണല്ലോ, ഒരു +1 +2 വരെ, അത്ര വരെ ഉള്ളൂ നമുക്ക് ശരിക്കൊരു രസം. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. മറ്റേത് സ്കൂൾ പഠിച്ചിരുന്ന സമയം ഫ്രണ്ട്സുകളെ വീട്ടിലേക്ക് പോവുക, അവിടെ നിന്ന് ഒരു നമ്മളെ വീട്ടിലേക്ക് വരിക, അങ്ങനെയൊക്കെ ആകുമ്പോൾ പെരുന്നാൾ തന്നെ അടിപൊളിയാക്കാരം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ പെരുന്നാൾ പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പണിയൊക്കെ കഴിച്ച് കണ്ട് നമ്മളെ പെരേക്കൊന്ന് പോകണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ നമ്മൾ ഇതിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, നമ്മളെ തൊട്ടയലോക്കത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമ്മളെ ദിയോസിൻ്റെ വീട്ടിലേക്കും മിന്നൂസിൻ്റെ വീട്ടിലേക്കും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്കൂളിലും കൂടി ആമിനാനെ ചേർത്തിയോടുകൂടെ ഭയങ്കര ചങ്കുകളാണ് കേട്ടോ പോലും മൂന്നാളും. അപ്പോൾ എന്തായാലും ഞാൻ ചെറിയൊരു വ്ളോഗ്, എന്തെങ്കിലും ഒരു ചെറിയൊരു പെരുന്നാളിൻ്റെ ഒരു വ്ളോഗല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ എടുത്താൽ. പിന്നെ ഇതിൻ്റെ വണ്ടിയിൽ നമ്മൾ ആമി കയറിയിരുന്നതേന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ നോക്കി നിൽക്കുകയെന്നു. ഓൻ കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഓളെ ഭയങ്കര കാര്യമാണ്. അവിടെ ഇങ്ങനെ എപ്പോഴും ചെല്ലണേണ് കളിക്കാനൊക്കെ. പിന്നെന്താ നമ്മൾ അത് കഴിഞ്ഞ് കണ്ടത് അസ്താത്താൻ്റെ അവിടെ പോയി. അത് കഴിഞ്ഞ് അസ്മത്താത്താൻ്റെ അവിടെ പോയി. അവിടെ നിന്നൊക്കെ കുറച്ച് പായസങ്ങളും ഓരോന്നും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞാണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീട്ടിലേക്ക് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സുഖം നിദ്ര ചെയ്യുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ മഴ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെയും മഴ ഉണ്ടോയെന്നില്ല എനിക്കറിയില്ല. നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ അസ്സലാമു അലൈക്കും.